എൻ്റെ പേര് ശിവകുമാർ. SM കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുവാണ്. അപ്പോൾ ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നൊരു ബിൽഡിങ്ങാണ്. അപ്പം നമ്മളായിട്ടുള്ള പഴയ കുറേ നാൾ കൊണ്ടുള്ള ഐഡിയാസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഗാലറി പോലെ തന്നെയാണ് ഇത് അത്യാവശ്യം ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ 1250 സ്ക്വയർ ഫീറ്റാണ് വീട്. 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം വരണം, ഒരു കോമൺ ബാത്റൂം, കിച്ചൺ ഓപ്പൺ ടൈപ്പാണ്, ഡൈനിങ്ങും എല്ലാം ഒറ്റ സ്ട്രെച്ചിൽ കിടക്കുന്ന ടൈപ്പാണ് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഇതൊരു ഏകദേശം 30 lakh വരുന്നുണ്ട്. സ്ട്രക്ചറിന് വരുന്നുണ്ട്. ഇൻറ്റീരിയർ എല്ലാം കൂടെ ഒരു 12 ലക്ഷം രൂപ ഇൻറ്റീരിയറിനും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇൻറ്റീരിയറിൽ മൊത്തത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വുഡിൻ്റെ പോർഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് തേക്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കി കബോർഡ്സും കാര്യങ്ങളും ലാമിനേഷനാണ്. മറൈൻ പ്ലൈക്കകത്ത് ലാമിനേഷൻ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു വോൾ നമ്മൾ ഫുൾ എക്സ്പോസ്ഡ് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. സിമെൻറ്റ് ഫിനിഷാണ് ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് സിമെൻറ്റ് ചെയ്തിട്ട് അത് പോളിഷ് ചെയ്തിട്ട് ചെയ്തേക്കുവാണ്. ഒരു സ്റ്റോൺ ക്ലിയറാണ്, MRFൻ്റെ സ്റ്റോൺ ക്ലിയറാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വുഡ് കംപ്ലീറ്റ് ചെയ്തേക്കുന്ന മൊത്തം MRFൻ്റെ തന്നെ സിൽക്കി മാറ്റം എന്ന് പറയുന്ന ഒരു പോളിഷ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കിച്ചണിൽ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ലാക്വേഡ് ഗ്ലാസ് ആണ്. ലാക്വേഡ് ഗ്ലാസ് ഫിനിഷാണ് ചെയ്തേക്കുന്നത്. അപ്പം അത് മറൈൻ പ്ലേയിൽ പേസ്റ്റ് ചെയ്തേക്കുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഹാഫ് ലേഡയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രിഡ്ജ് ആകുമ്പോഴും ബിൽറ്റിൻ ഫ്രിഡ്ജും ഓവനായാലും എല്ലാം ബിൽറ്റിനാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഫിറ്റിങ്സും എല്ലാം ഹാഫ് ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബെഡ്റൂമിലേക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് സിറ്റിംഗ് സ്പേസായിട്ടും റീഡിംഗ് സ്പേസായിട്ടും അയൺ ചെയ്യാനുള്ള സ്പേസായിട്ടും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ആ റൂമിൻ്റെ ഒരു ഹൈലൈറ്റായിട്ടും തോന്നുന്നുണ്ട്. അതും തേക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അറ്റാച്ച്ഡ് അതിൻ്റെ ബാത്റൂം വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ഗ്രേ ബ്ലാക്ക് ഫിനിഷിലാണ്. അപ്പോൾ മൊത്തത്തിലൊരു ബ്ലാക്ക് ഫിനിഷ് കൊണ്ടുവരാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ബ്ലാക്ക് ഫിനിഷാണ് നമ്മൾ റൂംസിലേക്കും ടോട്ടൽ ഏരിയ ഫുള്ള് എല്ലാ സാധനങ്ങളും നമ്മൾ ബ്ലാക്ക് ഫിനിഷാണ് ചെയ്തേക്കുന്നത്. എല്ലാം എഗനിസ്റ്റ് ഓർഡർ എടുത്തേക്കുന്ന ആക്സസറീസും കൂടാണ്. 2 ബെഡ്റൂമിനകത്തേക്ക് നമ്മളൊരു ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊരു റൂമിൻ്റെ വൈഡ്നെസ് കുറച്ച് കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറച്ച് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നും. പിന്നെ ഫ്രണ്ട് എലിവേഷൻ വരുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് ഒരു സ്ക്വയർ ട്യൂബാണ് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഗേറ്റും ഒക്കെ ചെയ്തേക്കുന്നത് അരക്കരയുടെ ട്യൂബാണ്. സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ്, അരക്കരയുടെ ട്യൂബ് വെച്ചിട്ട് ചെയ്തേക്കുവാണ്. ഇൻ്റർലോക്ക് നമ്മൾ പൊതുവെ എല്ലായിടത്തും കാണുന്നുണ്ട്. തൽക്കാലം അത് ഒഴിവാക്കിയിട്ട് സിമെൻറ്റിനകത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് ചെയ്തേക്കുവാണ്. അത്യാവശ്യം കുറേ പ്ലാന്റുകൾ വെച്ച് നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വെച്ചിട്ട് അത് ഫ്ലോപ്പ് ആവുന്നതെല്ലാം മാറ്റി നമുക്ക് പറ്റുന്ന സാധനങ്ങൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമേ നമ്മൾ കണ്ടിട്ട് വെക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതോരോ വെയിലിൻ്റെയും മഴയുടെയൊക്കെ അനുസരിച്ചിട്ട് മാറ്റി കൊടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരോ പ്ലാന്റ് ഇങ്ങനെ മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം അതെല്ലാം സെറ്റായിരിക്കുകയാണ്. ആ ഗ്രാസ് വന്നേക്കുന്നത് പേൾ ഗ്രാസാണ്. അത് നല്ലൊരു ചെടിയാണ്. അത് നമുക്ക് വലിയ മെയിൻ്റനൻസും വേണ്ട.